ഞാൻ പോ ഏടോ എന്താണ്ടാ പുതിയ തുണിയൊക്കെ എടുത്തിക്കണല്ലോ. പുതിയ തുണിയൊക്കെ എടുത്തിക്കണടാ. അമ്മക്ക് കിട്ടിയതാണ് പെരുന്നാക്ക്. തന്നെ ആ ആ പാവം തള കിട്ടിയ ഇജ എടുക്കണ്. മൂത്തുമ്മ കൊടുന്നെടുത്തതാണ്. അപ്പൊ അമ്മ അറിയാ ഒന്നിനും കൊള്ളാത്തൊരു കളറ് ഒരു തുണി തന്നിക്കണ്. അത് കൊടുന്നപ്പോ എന്താ പാട് ഉമ്മാന്റെ താത്ത എന്തിനാണ് നിങ്ങളെ തന്നെ കജ്ജിയില് കായില്ലാത്തോടത്ത് എന്തിനാ മേടിച്ച് പറഞ്ഞിട്ട് അപ്പൊ എന്നിട്ട് മേടിച്ച് വെച്ച് മൂത്തമ്മയാണ് പോയപ്പോ അറിയാ ആർക്കും കൊള്ളാത്ത ഒരു കളറ് കൊടുക്കണ്. എന്തിനാണ് എല്ലാം കജ്ജി നീളൂല ഇപ്പൊ കൊടുക്കണ്. ആരും കൊടുത്തിട്ടുണ്ടാവും മൂത്തമാക്ക് എന്നോട് പറയാ. എന്നിട്ട് മൂത്തമാക്ക് ഇഷ്ടമായിട്ടില്ല. അതാണ്ടക്കാരൻ ഇങ്ങോട്ട് കൊടുക്കണ് കാരണം. എന്നിട്ട് വാവ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ ഇച്ചെടുത്തോ പറഞ്ഞിട്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് അറിയിച്ചെടുത്തോ പറഞ്ഞു. പാവത്തിന് അങ്ങനെ മോനെ ഞാൻ രാവിലെ പോയതാണ്. എന്തൊന്നും നല്ല കിട്ടിയാലും അയച്ചു എടുക്കൂലേ. എമ്മ തന്നാടക്കാ അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ രാവിലെ പോയതാണ് കതികുടി താത്താർക്ക്. എന്തേന്നവിടെ ഞാൻ കതിർത്താടത്തേക്ക് പോയി സൈന ചേച്ചിന്റെ അടുക്ക് പോയി താത്താർക്ക് എല്ലായിടത്തും പോകും. നോമ്പാകുമ്പോ ഞാൻ എവിടേക്കും പോക്കില്ല. തിന്നാനും പറ്റൂലല്ലോ. ഒരു തുള്ളി വെള്ളം കിട്ടൂല. പിന്നെ ഒരു വർത്താനം പറയാനും കിട്ടൂല. അപ്പൊ ഞാൻ എല്ലാ പേരോടും പറഞ്ഞു നോമ്പായ കാരണം ഞാൻ വരാഞ്ഞത് പറഞ്ഞപ്പോ കതികുട്ടിയത്താറിന്റെ ചായ കെട്ടി ചേച്ചി മാങ്ങ പൂണ്ട് തന്നു. ചക്ക തന്ന് അതൊക്കെ വായിച്ചിട്ട് കൊണ്ടാ അതൊക്കെ തിന്ന് അവിടെ ഇരുന്ന് മോനെ വർത്താനം പറഞ്ഞിട്ട് അപ്പോഴാണ് കടികുടിത്താത്ത കൊറേ കാര്യം പറഞ്ഞ്. ഒരേ മോളുണ്ടല്ലോ ലൈല പെണ്ണ് കൊറേ ഇവിടെ പ്രശ്നമായിട്ട് കിടക്കുന്നല്ലോ അമ്മായിമാനായിട്ടും ഒക്കെ. അന്ന് ഈ കടികുടിത്താത്ത പാവം പെണ്ണിനെ വിളിക്കലും കച്ചലും പീച്ചലും ഒക്കെ ആയിട്ട് പെണ്ണിനെ കരയൊക്കെ കൊടുന്നീന്ന്. പെണ്ണും മക്കളൊക്കെ ആയപ്പോ പിന്നെ എത്ര ആയാലും തള്ളാർക്ക് വിഷമല്ലേ. അതൊക്കെ ശരിയാണ്. കടികുട്ടിയാത്താന്റെ മൂത്ത മകണ്ടല്ലോ ഷെരീഫ് പറഞ്ഞു ഓള് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോട്ടെ വന്നോട്ടെ. കുറച്ച് ദിവസം ഉണ്ടാവും ഉമ്മയും ആങ്ങളാരൊക്കെ വിളിച്ചു ചേർത്ത്. 4-ാം ദിവസം ഓരോ സ്വഭാവം മാറും. ഓരോ സ്വഭാവമല്ല മരുമക്കളെ സ്വഭാവം മാറും. 4 ദിവസം ഉണ്ടാവും. അങ്ങനെ ആ പെണ്ണേത്തി അവിടെ പിടിച്ച് നിന്ന് വെയിലാത്ത. അങ്ങനെ മോനെ ഇപ്പൊ പെരുന്നാക്ക് കഴുത്തുപാട്ട് കൊറേ കഞ്ഞി പറഞ്ഞു. ലൈലാത്താരെ പെരുന്നാക്ക് വിളിച്ചപ്പോ ഫോൺ വിളിച്ചപ്പോ ലൈലാത്ത ആരത്രേ ഞാൻ വിളിക്കാ ഇന്റെ ഇവിടുത്തെ അമ്മാക്ക് ഞാൻ ചോറ് വെച്ചു കൊടുക്കട്ടെ ഞാന് വിളിക്കാന്നു പറഞ്ഞിട്ട് ഫോണാണ് വെച്ചിട്ട് പിന്നെ ആ പെണ്ണേറ്റ് ഇതിലേക്ക് വിളിച്ചിട്ടില്ല. ഈ തള്ള ഇവിടെ കാത്തു നിന്ന് ഇതാണ് ഇപ്പൊ വരും മക്കളും മോളും വരും ലൈലയും കൂടി വരൂച്ചിട്ട് അങ്ങനെ ഈ കതിർത്താത്ത രാത്രി വിളിച്ചു ചോദിച്ചത്ര അല്ലേ ലൈല ഇച്ചി മറന്നാന്ന്. അപ്പൊ അതിനെ വെളുത്ത് ചാടത്ര ഞാനോട് വരുന്നല്ലോ പെരുന്നാളയച്ചെന്താ ഇവിടെയും പെരുന്നാളില്ലേ ഇവിടെ അമ്മ ഒറ്റക്കോളൂ. ഈ ഉമ്മാക്ക് ഇതിനും കൊടുക്കണ്ടേ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഉമ്മാക്ക് കൊടുക്കണ്ടേ ഞാനോട് വരണ്ടി പറഞ്ഞത്ര. ഈ പറഞ്ഞ ലൈല ആദ്യം ആ അമ്മായിമ്മ അങ്ങനെ പോരടിച്ച് ഇങ്ങനെ പോരടിച്ച് പറഞ്ഞിട്ട് പോരടിക്കലുണ്ടല്ലോ. അങ്ങനെ അടിച്ചിട്ട് ഈ കതികുടിത്താത്താന്റെ അടുത്ത് പാവം കതികുടിത്താത്ത അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ഓരോന്ന് കൊടുന്നിട്ടും കജ്ജിയില് ഒന്നുമില്ലാതെ ഇവൾക്കും മക്കൾക്കൊക്കെ കൊടുന്നു കൊടുക്കുകയായിരുന്നു. ഇപ്പൊ ഓൾക്ക് ഓളെ അമ്മായിമ്മ മതി തള്ളനെ വേണ്ട. അപ്പൊ കതികുടിത്താത്ത കൊറേ കഞ്ഞി പറഞ്ഞു. ഞാപ്പോ ഞാൻ നിന്റെ വിഷമം ആരോട് പറയാനാണ്. നിങ്ങക്ക് എന്താ കതികുടിത്താത്ത ലൈലാത്ത വന്നില്ലെങ്കിൽ കുഞ്ഞാപ്പിനോട് പറഞ്ഞാൽ മതിയല്ലോ 100 എത്തുമല്ലോ അല്ലേ. ഞാൻ പറഞ്ഞേ ലൈലാത്ത വന്നിട്ടില്ലെങ്കിൽ എന്താന്നു നമുക്ക് ഒരു നായി എഴുതിയിട്ടിട്ട് നിങ്ങൾക്ക് തിന്നാ പോരെ. മറ്റേത് കൊറേ നായി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. അപ്പൊ അതല്ലടാ കുഞ്ഞാപ്പോ എനിക്കറിയായിട്ടാണ് മക്കളില്ലാന്ന് ചാത്തിയാണ്. അങ്ങനെ മോനെ അത് വർത്താനം പറഞ്ഞ് ഒരു ചായയൊക്കെ കൊടുന്ന് കുടിച്ച് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇതാ വരാന്ന് ഷൈനി ചേച്ചിന്റെ അടുക്ക് പോയി. ചേച്ചി പണി കഴിഞ്ഞ് വന്നിക്കാണ്. അപ്പൊ ഞാൻ വന്ന പാട് ഷൈനി ചേച്ചി ചോദിച്ചു കുഞ്ഞാപ്പോ നന്ന് വർത്തിട്ട്
മാങ്ങ പൂണ്ട് തിന്നു ഏ മാങ്ങ പൂണ്ട് അതും തിന്നു ഉപ്പൊക്കെ ഇട്ടിട്ട് മാങ്ങ ഒക്കെ പൂണ്ട് തിന്നു ആ. ഉച്ചക്ക് വർത്താനം പറഞ്ഞു എന്നോട് ചോദിക്കും ചായ വേണോന്ന് അവിടെ പറഞ്ഞു ചായ കടി വിചാരിച്ചിട്ട് നിങ്ങൾ ഭക്ഷണിക്കൊന്നും വേണ്ട ആ ഇനി ചിലവർക്ക് വിചാരിക്കുവേ ആ ചായ എങ്ങനെ ഇപ്പൊ കൊടുക്ക കടിയില്ലാതെ എങ്ങനെ കൊടുക്കാന്ന് വിചാരിക്കൂലേ അത് ശരിയാണ് അപ്പൊ ഞാൻ സൈനി ചേച്ചിനോട് അങ്ങനെ പറഞ്ഞു ചായ വേണമെന്ന് ചോദിച്ചപ്പോള് ആ നിങ്ങൾ ഇനി കടിയില്ലാച്ചിട്ട് ഭക്ഷണിക്കണ്ട ഞാൻ കുടിക്കാത്താടും തിന്നിക്കണ് കട്ടൻ ചായ നിങ്ങൾ തന്നാളി അത് ശരി ആ അതൊരു ഐഡിയ ആണ് ആ സൈനി ചേച്ചി ഉണ്ട് അങ്ങനെ ഒരു നോട്ടോ ആ അമ്മ അങ്ങോട്ടും നോക്കി ആ അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കണേ നോക്കിക്കോട്ടെ ആ അങ്ങനെ സൈനി ചേച്ചി ഒരു ഗ്ലാസ് പാൽച്ചായ കൊടുക്കുന്നു ആ അത് കുടിച്ച് കുറച്ച് വർത്താനം പറഞ്ഞ് ഞാണ്ട് പോകുന്നു അത് ഇമ്മല്ല അവിടെ വരല് അങ്ങനെ പോകുമ്പോഴാണ് ആ ഇമ്മ വരെ ഉണ്ടാവുക ഒക്കെ അറിയില്ല രാവിലല്ലേ വന്നത് ആ ഇമ്മ ഇന്നലെ പണിക്കൊന്നും പോയിരിക്കും പെരുന്നാളൊക്കെ ആ എന്നിട്ട് അത് പറയാം അങ്ങനെ വരുമ്പോ അങ്ങനെ ഞാൻ ആശാത്താടെ പോയപ്പോണ് ചക്ക ഇടുന്നത് ആ മോൾക്ക് കൊടുത്തേക്കാ അത് ശരി ആ അപ്പൊ ഞാൻ പറഞ്ഞു 2 ചോളം കൊണ്ട് കാണിച്ചാണിക്കും തിന്നണ്ടേ പറഞ്ഞു ആ അപ്പൊ 4 ചോളം തന്നു എന്നാ പോയി തിന്ന് ഇനി ബാക്കി നാളെ പറയാം ഞാൻ പോവാ പോവാടാ. എന്റെ വലിയ വയറൊക്കെ വേദനിക്കണ് ഏ ഞാൻ പോട്ടെ എന്നാ നീ ഇപ്പൊ എടുക്കാ നീ പോക്ക് ഞാൻ എന്റെ വരയ്ക്ക് ഇറങ്ങിയെടുക്കാണ് വേറെ ഇനി എവിടേക്കും പോവില്ലല്ലോ എന്നാ പോയിക്കോ നാളെ നേരം വെളുത്ത് പോവുള്ളൂ എന്നാ കുഞ്ഞാ പോവാ ഇന്നത്തെ ഇങ്ങോട്ട് കഴിഞ്ഞു ആയിക്കോട്ടെ കുഞ്ഞാ പോവാ ആ